ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഡാറ്റ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് 2025 മാർച്ച് 19 ബുധനാഴ്ചയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ കൂടി ഏറെ പ്രതീക്ഷയോടുകൂടി, കാരണം ഇത് നമുക്ക് ഇന്ത്യയായിട്ട് കണക്ഷനുള്ള ഒരു ലേഡി കൂടിയാണ്. സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു 9 ദിവസത്തെ ഒരു ഇതിനായിട്ട് സ്പേസിലേക്ക് പോയതാണ്. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ 286 ദിവസം അവിടെ കുടുങ്ങിക്കിടന്നു. ഏകദേശം 69 വയസ്സുള്ള ഒരു 59 69 വയസ്സുള്ള ഒരു സ്ത്രീയാണിത്. വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. ഒരുപാട് ലോക റെക്കോർഡുകളാണ് അവർ അവിടെ ഈ ഒരു അബദ്ധത്തിൽ അവിടെ കുടുങ്ങിപ്പോയതാണെങ്കിൽ കൂടി ഈ ഒരു സമയത്ത് അവർ ചെയ്ത പരിപാടികളെല്ലാം തന്നെ ലോക റെക്കോർഡുകൾ കാണാൻ. ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയ ലേഡി, അതുപോലെ ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയത്, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ താമസിച്ചത്, അങ്ങനെ പല റെക്കോർഡുകളും അവരുടെ പേരിലായി. വളരെയധികം പ്രായമുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം, അതായത് ഈ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ഇന്ത്യയായിട്ട് കണക്ഷനുള്ള ഒരു സ്ത്രീ കൂടിയാണ്. സോ നമുക്കൊക്കെയും ഒരു അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യം തന്നെയാണ്. സെക്കൻഡ് തിങ്, നിഫ്റ്റി 22,900 കടന്ന് മുകളിലോട്ട് പോകുമോ എന്നുള്ളതാണ്. ഇന്ന് ഓൾറെഡി നിഫ്റ്റി ഞാൻ നോക്കിയപ്പോൾ ഇതിനേക്കാളും മുകളിലേക്ക് വന്നിട്ടുണ്ട്. നോക്കാം, എന്തായാലും പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. 23,000 കടന്ന് മുകളിലേക്ക് പ്രോപ്പർലി ഒരു 4 ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നമ്മൾ പേടിയോടുകൂടി കാത്തിരുന്നു, പക്ഷെ തിരിച്ച് കയറുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും മാർക്കറ്റ് തിരിച്ച് കയറുകയാണോ എന്നുള്ളത്. കാരണം 1000 പോയിൻ്റൊക്കെ 3-4 ദിവസം കൊണ്ട് ഒറ്റയടിക്ക് കയറിപ്പോവും. നമ്മൾ ഓക്കെ ഇതൊന്ന് കൺഫേം ആകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴത്തേനും 25,000 26,000 ഒക്കെ ഒറ്റയടിക്ക് കയറിപ്പോയിട്ട് എത്തും. അതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഏറ്റവും ബോട്ടം ലെവലിൽ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ അത് സാധിക്കാറില്ല. സോ അലേർട്ടായിട്ടിരിക്കുക, വാച്ച് ചെയ്യുക, നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. മാർക്കറ്റ് റിവേഴ്സലാണ് എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ചിന്തിച്ചു തുടങ്ങുക. വാർത്തകളിൽ കണ്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, LIC, ഡോക്ടർ റെഡ്ഡീസ്, സെയ്ദസ് ലൈഫ് സയൻസ്, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, സൂപ്പർ അയൺ ഫൗണ്ടറി, അതേപോലെ യൂഫ്ലെക്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ കുറേ മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സായി മാറിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. സോ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റ് റിവേഴ്സലാണോ എന്നൊരു കാര്യത്തിൽ നമുക്കും എല്ലാവർക്കും ഒരു സംശയം തോന്നും. പക്ഷേ പ്രോപ്പർലി കൺഫേം ആയതിനു ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫീ സ്ട്രക്ചർ പോലും ഞങ്ങൾ ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ മിനിമം ഫീ, അതായത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വളരെ മിനിമം ഫീ ആണ് കളക്ട് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും അത് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ദെൻ ഇത്രയൊക്കെയാണ് വാർത്തകളായിട്ട് ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചത്, പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഇവിടെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഹാങ്സങ്, അതായത് ചൈനീസ് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടും ഗ്രീൻ ആണോ റെഡ് ആണോ എന്നത് ഡാറ്റ എടുക്കാൻ സാധിക്കുന്നില്ല. സോ ജപ്പാൻ്റെ നിക്കി ഗ്രീനിലാണ് ഇന്നലെ അവസാനിച്ചിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 22,894 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 937 നല്ല രീതിയിൽ ഒരു 41 പോയിൻറ്റോളം 43 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. 22,937 ഓപ്പൺ ആയിട്ട് അത് കറൻ്റ്ലി വന്ന് നിൽക്കുന്നത് 977 23,000 അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 23,046 ഒരു കട്ട് ഓഫ് ആകേണ്ടത്. 23,046 കട്ട് ചെയ്ത് മുകളിലെത്തിയിട്ട് ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ 23,000 ക്രോസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിനായിട്ട് ഒന്ന് നോക്കുക ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ. ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് റോക്കറ്റ് പോലെ കയറിപ്പോവാണ്. ഇന്നലെ $3,003 ആയിരുന്നു. ഇന്നലെ $28 ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിൻ്റെ വിലയിൽ കയറിയത്. $3,031 ഇന്നത്തെ പ്രൈസ്.
ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. 86 രൂപ 56 പൈസയാണ് ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ്റെ ബാലൻസ് ഓഫ് ട്രേഡ്, ജപ്പാൻ്റെ തന്നെ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ ഇന്നാണ് വരുന്നത്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നാണ്. ഇന്ത്യയുടെ ഇവൻ്റ് നോക്കുകയാണെങ്കിൽ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റാണിത്. അതുപോലെ FOMC എക്കണോമിക് പ്രൊജക്ഷൻസ്, ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളാണ്. ഒരുപാട് മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ, മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു 2 ഇവൻറ്റുകളാണ് USA ഇന്ന് വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ എനിക്ക് കണ്ടിട്ടില്ല. FNO ബാനിൽ നോക്കുകയാണെങ്കിൽ BSE, ഹിൻകോപ്പർ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, സെയിൽ, ഇത്രയും സ്റ്റോക്കുകളാണ് FNO ബാനിൽ വന്നിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1462 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2028 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ 3491 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 23,000 കട്ട് ചെയ്ത് കയറുന്നത് വരെയും ഒരിക്കലും നമ്മൾ ഇതൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അവർ ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇവിടെ എല്ലാ സെക്ടറുകളും ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF പോവുകയാണെങ്കിലും മറ്റൊന്നും നോക്കാനില്ല. എല്ലാ ETF-കളും 5 എണ്ണവും 6 എണ്ണവും ക്ലിയർലി ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നിഫ്റ്റി ബീസിലും ഗോൾഡ് ബീസിലും അതായത് ഒരു ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലത്തത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,834-ലാണ്. 172 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയത്, അഥവാ 0.76%. ദെൻ കറന്റ് വീക്കിൽ ഇവിടെ ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ 172 പോയിന്റ്സ് അല്ലല്ലോ അത് അതിൽ വ്യത്യാസം ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ മിക്ക വെബ്സൈറ്റിലും അവർ എടുക്കുന്നത് പ്രീവിയസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആണ്. അതുപോലെ ഇന്നത്തെ ക്ലോസിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഓപ്പണായ സ്ഥലത്ത് നിന്ന് എത്ര പോയിന്റ് കയറി അല്ലെങ്കിൽ എത്ര പോയിന്റ് ഇറങ്ങി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഏറ്റവും വിഷയമായിട്ട് വരുന്നത്. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതുകൊണ്ട് ഒരു ഇൻട്രാഡേ ട്രേഡറിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഡാറ്റയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ നിഫ്റ്റി ഇതുവരെയായിട്ട് 481 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ഈ മാസത്തിൽ 639 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തേക്കുള്ള അതിന് മുൻപേ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1.07% മുന്നേറ്റം ഉണ്ടാക്കി 1000 പോയിന്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇന്നലെ. സെൻസെക്സ് 0.93, അതേപോലെ ഫിൻ നിഫ്റ്റി 0.95, മിഡ് ക്യാപ്പ് 1.86%, അതേപോലെ ബാങ്ക് എക്സ് 1.19. മിഡ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇന്നലെ. ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.4 ആണ്. ഭയങ്കരമായിട്ട് ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം ഈ 1.4 ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുള്ളിഷ് മോഡാവും. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 23,000-ലാണ്. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് 1,92,00,000 കോൺട്രാക്ട്സ് ആണ്. അത് 23,000-ലാണ് ഈ കോൾസ് എല്ലാം സെല് ചെയ്തിട്ടുള്ളത്. ഇനി ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 2,04,00,000-ആണ് പുട്ടിൻ്റെ ഇൻട്രസ്റ്റ്. അത് 22,000-ലാണ്. അപ്പോൾ 22,000 പൊട്ടി താഴോട്ട് പോവില്ല എന്ന പ്രതീക്ഷയിലാണ് ഓപ്ഷൻ സെല്ലേഴ്സ് നിൽക്കുന്നത്. ഇനി ഇന്ത്യ വിക്സ് ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ്. 13.21-ലാണ് നിൽക്കുന്നത്. അതുപോലെ സ്പോട്ട് പ്രൈസ് 22,834-ലാണ് നിൽക്കുന്നത്. ഇനി CPR-ലേക്ക് വരികയാണെങ്കിൽ CPR 22,799, 764, 729. ഒരല്പം വൈഡായിട്ടുള്ള CPR ആണ്. അതേസമയത്ത് നോട്രേഡ് സോൺ നോക്കുകയാണെങ്കിൽ ഈ 748, അതേപോലെ 729, 20 പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു 19 പോയിന്റ്. ഇന്നലെ 14-15 പോയിന്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 19 ആയിട്ടുണ്ട്. ഒരല്പം കൂടി മൂവ്മെൻറ്റ് കുറയാനുള്ള, ഇന്നലത്തെ അത്രയും തന്നെ മൂവ്മെൻറ്റ് ഇന്ന് ഉണ്ടാവില്ല, അതിലും കുറവായിരിക്കും. അപ്പോൾ 22,748 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,989 വരെയും മാർക്കറ്റ് കയറി പോകേണ്ടതായി. 23,000-ൻ്റെ തൊട്ടരികിൽ പോയിട്ട് റിജക്ഷൻ ആവാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ ക്ലോസ് വാച്ച് ചെയ്തോളൂ. അതുപോലെ 22,729 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 22,680 വരെ, അതായത് ഏകദേശം 49 പോയിന്റ് മാത്രമേ താഴോട്ട് പ്രൊജക്ഷൻ ഉള്ളൂ. അതേസമയത്ത് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 748-ൽ നിന്നും
989 എന്ന് പറയുമ്പോൾ ഏകദേശം 250 പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു 240 പോയിന്റോളമുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇതിനകത്ത് നമുക്ക് റാസ് ലെവൽസിൻ്റെ കാൽക്കുലേഷനിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ മുകളിലോട്ടാണ് സാധ്യത കൂടുതലും കാണുന്നത്. പക്ഷേ 23,000 തൊട്ടടുത്ത് വെച്ച് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് ലൈവ് മാർക്കറ്റിൽ. മാർക്കറ്റ് അതിൻ്റെ ഇഷ്ടത്തിന് പോകും. നമ്മൾ ഈ 4 അക്കങ്ങൾ എഴുതിയിട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുത്. പക്ഷേ പലപ്പോഴും അത് കറക്റ്റായി വരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് മാർക്കറ്റിൻ്റെ കണക്ക് എന്നൊന്നും പറഞ്ഞ് ചിന്തിച്ച് പോകരുത്. അപ്പോൾ പരമാവധി എല്ലാവരും നമ്മളെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അതേപോലെ കോപ്പി ട്രേഡ്, അതേപോലെ ഇന്നലെ ഞാനൊരു ആൽഗോയുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. എന്തായാലും ആൽഗോ ഒരു സർവീസായിട്ട് കൊടുക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആൽഗോ ഒരു 5 ഇയേഴ്സിൻ്റെ ഇതിലേക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ആയിട്ട് അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ്ലി ഒരു ഡെയിലി ബേസിസിൽ ആൽഗോ റൺ ചെയ്യും. അതിൻ്റെ പ്രോഫിറ്റ് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്കുകളും മറ്റും ബൈ ചെയ്യാനുള്ള ഒരു ഇതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് കോമ്പൗണ്ടിങ് രീതിയിലേക്ക് 5 വർഷം കൊണ്ട് എവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 5 ഇയേഴ്സിലേക്ക് ഒരു 1000 രൂപ 5000 രൂപ റേഞ്ചിലുള്ള ഒരു എമൗണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഇന്നലെ തന്നെ എനിക്ക് ഏകദേശം 30-ലധികം മെസ്സേജുകൾ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ടുമായിട്ട് കൂടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഈ ഒരു വിശ്വാസത്തിന്, ഈ ഒരു സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം ഇത്രയൊക്കെയാണ് വാർത്തകളും വിശേഷങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. പരമാവധി ഈ ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.